നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇന്ന് വളരെ സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ കോളേജിൽ തന്നെ 2014-17 ബാച്ചിൽ ഡിഗ്രി പഠിച്ച ബികോമിനായിരുന്നു. ബികോമിന് പഠിച്ച ജിത്തു ശ്രീകുമാറാണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ജിത്തു ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊരു വലിയ ആശ്വാസമായിരുന്നു. ജിത്തു പഠിച്ചിരുന്ന കാലഘട്ടത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് ആക്ടിവിറ്റി നോക്കിയാലും അതിലെല്ലാം ബ്രോഷേഴ്സ് ഡിസൈൻ ചെയ്യുകയും എൻറ്റയർലി ടെക്നിക്കൽ സപ്പോർട്ട് തരികയും എല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ജിത്തു. ജിത്തു കോഴ്സ് കഴിഞ്ഞും നമുക്ക് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു ക്ലാസ്സിന് വേണ്ടി ജിത്തു വരുന്നത്. ഇതിനു മുമ്പ് വന്നത് ഓഫ്ലൈൻ ആയിട്ട് ലൈവ് ക്ലാസ് ആയിട്ട് കോളേജിൽ വന്നായിരുന്നു ചെയ്തത്. ഇത് 2nd ടേം ആണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യുന്നു. ജിത്തു ആഫ്റ്റർ ഹിസ് ഡിഗ്രി MBA ചെയ്തു. MBAക്ക് ശേഷം അദ്ദേഹം മിൽമയിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു, ആലപ്പിയിൽ തന്നെ. പിന്നീട് ഇപ്പോ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതില് വർക്ക് ചെയ്യുന്നു, പ്രോജക്ട് ടെക്നീഷ്യൻ ആയിട്ട്, ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിട്ട്. വളരെ തിരക്ക് പിടിച്ച്, ഞങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സെക്ഷനിലാണ് ജിത്തു വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഒരു റിക്വസ്റ്റിന്റെ പുറത്ത് ജിത്തു ഈ സമയം തന്നെ നമുക്ക് തന്നു. 1 hour ആണ്, 3 to 4 ആയിരിക്കും നമ്മുടെ സെഷൻ. വി ഹാവ് സ്റ്റാർട്ടഡ് എക്സാക്ട്ലി at 3 itself. 4 മണി വരെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ജിത്തുവിനോട് ചോദിക്കാം. ജിത്തുവിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. ജിത്തു സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് അവിടെ നിന്നും ആക്സസ് ചെയ്യാം. ജിത്തുവിന്റെ ഒരു സ്ഥിരം സബ്സ്ക്രൈബറാണ് ഞാൻ. ജിത്തുവിന്റെ പല വീഡിയോസും കേൾക്കുകയും ആദ്യകാലത്ത് ചെയ്ത വീഡിയോസിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റിവ്യൂസും വളരെ പോസിറ്റീവായിട്ടുള്ള റിക്വസ്റ്റുകളും ഏത് ഏരിയാസിലെ ഇന്ന വീഡിയോസ് ഒക്കെ വേണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജിത്തുവിന്റെ പരമാവധി അതിൽ ഞങ്ങളെ സഹായിച്ചിട്ടുമുണ്ട്. സോ എല്ലാവരും ആ വീഡിയോസും ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അതാണ് ജിത്തുവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട്. വളരെ ചുരുങ്ങിയ ഇൻട്രൊഡക്ഷനോടുകൂടി ജിത്തുവിനോട് ക്ലാസ്സസ് ലീഡ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. കരിയർ ഗൈഡൻസും SD കോളേജിന്റെയും ഭാഗമായിട്ട് ജിത്തുവിനെ സ്വാഗതം ചെയ്തു. ജിത്തു, നമുക്ക് തുടങ്ങാം. സൗണ്ട് ഓക്കെ ആണ്. പ്രസന്റ് സ്ക്രീൻ ഒന്ന് കാണിക്കേണ്ടി വരില്ലേ ജിത്തു? ജിത്തുവിന്റെ പ്രസന്റ് ചെയ്യേണ്ടി വരില്ലേ? അതൊന്ന് ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ്, കാണുന്നുണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ജിത്തുവിന്റെ പ്രൊഫൈൽ നെയിം ഒന്ന് തപ്പിക്കെടുത്താണ്. ജിത്തു ഒന്ന് പ്രസന്റ് ചെയ്യൂ, അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതിന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ. ഒരു സെക്കൻഡ്. ഇപ്പൊ ജിത്തുവിനെ കാണാം. ജിത്തു പിന്നീട് എന്തേലും മറ്റേ സ്ക്രീനും കാണാം. ശരി ക്യാരി ഓൺ ജിത്തു. കാണാം. ജിത്തു ഡയറക്ട്ലി ഫോട്ടോഷോപ്പിന്റെ അല്ലേ പറയുന്നത്? വേറെ എന്തെങ്കിലും പറയണോ? അല്ല, ഞാൻ ചോദിക്കുക ഏത് പ്ലാറ്റ്ഫോം ആണെന്നുള്ളതും ചോദിച്ചെന്നേ ഉള്ളൂ. നീ ജിത്തുവിന്റെ കംഫർട്ട് അനുസരിച്ച് ഹാൻഡിൽ ചെയ്തോളൂ. അതിന്റെ ഒരു പ്രിലിമിനറി ലെവലും കൂടെ പറഞ്ഞു തുടങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം ഒന്നും അറിയാത്ത ചിലപ്പോൾ കുറെ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. ഇതിന് യാതൊരു ഗ്രാഹ്യമില്ല. ഇപ്പൊ എന്നെ പോലുള്ളവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്താൽ വലിയ ഉപകാരം കേട്ടോ. സർ, ആദ്യം വേറൊരു ഇൻട്രോ പറഞ്ഞോട്ടെ. പിന്നെന്താ ക്യാരി ഓൺ. ഇനിയൊക്കെ ജിത്തുവിന്റെ സൗകര്യം പോലെ. ഓക്കെ സർ. ഇപ്പോ എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പ് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നതുകൊണ്ട് ഇൻകം കുറവല്ല. ആക്ച്വലി ഞാൻ ഈ വർക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ പഠിക്കുന്ന ടൈം തൊട്ട് അത്യാവശ്യം മന്ത്ലി ഒരു 5 ഡിജിറ്റ് എമൗണ്ട് ഒക്കെ സെക്യൂർ ചെയ്ത ടൈം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ MBA ചെയ്യുന്നവരെ നല്ല ടൈം ഉണ്ടായിരുന്ന ആ ഒരു സമയമാണ് നമ്മൾ പഠിക്കുന്ന ടൈം. പിന്നെ വർക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് ടൈം ഷെഡ്യൂൾ ടൈറ്റ് ആവും. പക്ഷെ ആ പഠിക്കുന്ന ടൈമിൽ ഓൾമോസ്റ്റ് എനിക്കൊരു
മന്ത്ലി 20,000 ഒക്കെ കിട്ടിയ ടൈമുണ്ട് ഈ വർക്കിലൂടെ മാത്രം. അപ്പോൾ നിങ്ങൾക്കിത് ലാർജ് സ്കെയിലിൽ ചെയ്താൽ, അതായത് പ്രസ് ഒക്കെ ആയിട്ട് ചെയ്താൽ നല്ല ഇൻകം കിട്ടുന്നതാണ്. മെയിനായിട്ട് ആലപ്പുഴയിൽ ഓൾറെഡി പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള 2 മെയിൻ പ്രസ്സുകളേ ഉള്ളൂ, ഒന്ന് ഐക്കോണിക്കും ഒന്ന് കോറലും. ഇത് രണ്ടും അല്ലാണ്ട് വേറെ ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന ഷോപ്സ് ഇല്ല. അപ്പോൾ ബികോം ഗ്രാജുവേറ്റ്സ് ആയ നിങ്ങൾക്ക് ബിസിനസ്സിലേക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചാൽ സ്കോപ്പുള്ള ഏരിയ തന്നെയാണ്. ഇപ്പൊ ആലപ്പുഴയിൽ തന്നെ നല്ല സ്കോപ്പ് ഉണ്ട്. ജിത്തു, ഇത് ബികോംകാർ മാത്രമല്ല, നമ്മുടെ കോളേജിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് കേട്ടോ കുട്ടികൾ. ഇപ്പൊ ഗ്രാജുവേറ്റ്സിന് ഇപ്പൊ ഇത് പഠിക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ അതല്ല, നിങ്ങളൊരു കമ്പനിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് CV-യിലൊക്കെ വെക്കാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഫോട്ടോഷോപ്പ് അറിയാം എന്നുള്ളത് നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ അതിന്റെ ബെനിഫിറ്റ് ഇപ്പോ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഇത് അറിയാമെന്നുള്ളതിന്റെ ബെനിഫിറ്റ് നല്ല രീതിയിൽ കിട്ടാറുണ്ട്. കാരണം നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യിക്കേണ്ട പല വർക്കും ഇപ്പം കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽ ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിപ്പയുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽ ഇറക്കും പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സാധാരണ ഞാനവിടെ ജോയിൻ ചെയ്യണതിന് മുമ്പ് അത് അവിടെ പുറത്ത് കൊടുത്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കോറലിലൊക്കെ. ഇപ്പോൾ ഈ വർഷം ഞാനാണത് ചെയ്തത്. ഡയറക്റ്റ് പോയിരിക്കുന്നത് നമ്മുടെ മിനിസ്റ്റർ ലെവല് CM-ന്റെ അസിസ്റ്റന്റിന്റെ അടുക്കലൊക്കെ പോയിരിക്കുന്ന സാധനമായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഫോട്ടോഷോപ്പ് ബേസിക് എങ്കിലും അറിഞ്ഞിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഫോട്ടോഷോപ്പ് മാത്രമല്ല, ഏതൊരു ആപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ബേസിക്കലി ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജിനപ്പുറം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എപ്പോഴും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നേരെ ഫോട്ടോഷോപ്പിലേക്ക് പോകാം. ഇപ്പോൾ എല്ലാവർക്കും ബേസിക്കലി കമ്പ്യൂട്ടർ റിലേറ്റഡ് നോളജ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഫോട്ടോഷോപ്പിന്റെ ഐക്കൺ എപ്പോഴും ഡെസ്ക്ടോപ്പിൽ ഉണ്ടാവും ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെങ്കിൽ. ഫോട്ടോഷോപ്പ് ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കുന്നതിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ക്രാക്ഡ് വെർഷനാണ്, അതിനകത്ത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. ക്രാക്ഡ് വെർഷനാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ആക്ച്വലി ഇല്ല, പിന്നെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞതേ ഉള്ളൂ. മീൻസ് ക്രാക്ക് എപ്പോഴും ആൾക്കാർ പെയ്ഡ് വെർഷന്റെ ക്രാക്ഡ് ഇറക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോഷോപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഫോട്ടോഷോപ്പ് ഇല്ലാത്തവർക്ക്. അത് 2020 ആണ്, CC 2020 ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് അവിടെ കിടക്കുന്നത്. ചാനലിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണേ. സർ, ചാനലിന്റെ പേര് ജിത്തു ശ്രീകുമാർ വ്ളോഗ്സ് എന്നാണ്, VLOGS. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ജിത്തു ശ്രീകുമാർ എന്ന് അടിക്കുമ്പോൾ തന്നെ സാധാരണ വരാറുണ്ട്. അവിടെ ചെന്നാൽ ഓൾമോസ്റ്റ് ചാനല് ഞാൻ വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൽ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ മെയിനായിട്ട് ട്യൂട്ടോറിയൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. നമുക്ക് ഇനി ഡയറക്റ്റ് കണ്ടന്റിലേക്ക് പോവാം. അതായത് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട്, സാർ ഫോട്ടോഷോപ്പിന്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ? ഹലോ, അതെ 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 ജിത്തു, ഓക്കെ, വിസിബിൾ ആണ്. ഇതാണ് ഫോട്ടോഷോപ്പിന്റെ യൂസർ ഇന്റർഫേസ്. ഇപ്പൊ ഇവിടെ നമുക്ക് വേർഡിലുള്ള പോലെ ഫയൽ, എഡിറ്റ്, ഇമേജ്, ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് കാണാം. ഈ സൈഡിൽ ഇതാണ് നമ്മുടെ പെയിന്റിലെ പോലെ തന്നെ ഇതാണ് നമ്മുടെ ടൂൾ ബാർ. ഇവിടെ നമുക്ക് അല്ലാതെ ഫയൽ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, കളേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് ആദ്യം ബേസിക്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ബേസിക് ആയിട്ട് ആദ്യം നമ്മളൊരു വർക്ക് സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. നമ്മൾ ഫയലിൽ പോയിട്ട് ന്യൂ, നമ്മൾ വേർഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ നമ്മൾ ബ്രോഷർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രിന്റിനകത്ത് A4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും റെസൊല്യൂഷൻ ശ്രദ്ധിക്കുക, 300 ആണ് ഏറ്റവും ബെറ്റർ ക്വാളിറ്റി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് ആണെങ്കിൽ പോർട്രേറ്റ്, അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓറിയന്റേഷൻ, പേജ് ഓറിയന്റേഷൻ എന്ന് പറയും. പിന്നെ പ്രിന്റ് എടുക്കാനുള്ള മെറ്റീരിയൽ ആണെങ്കിൽ എപ്പോഴും ഈ കളർ കോഡ് CMYK സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. CMYK എന്ന് വെച്ചാൽ സിയാൻ, മജന്ത, യെല്ലോ, പിന്നെ കോൺസ്റ്റന്റ് കളർ, അതായത് ബ്ലാക്ക്. RGB എന്ന് വെച്ചാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. ഗ്രേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് ശ്രദ്ധിക്കുക. പ്രിന്റ് എടുക്കാനുള്ളതാണെങ്കിൽ CMYK എന്തായാലും കൊടുക്കുക. ഇല്ലെങ്കിൽ പ്രിന്റ് എടുക്കുമ്പോൾ നമ്മൾ ഡിജിറ്റലി കാണുന്ന കളറും പ്രിന്റ് എടുത്ത് വരുന്ന കളറുമായിട്ട് വ്യത്യാസം ഉണ്ടാവും.
നിങ്ങൾ ബ്രോഷറൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ നമുക്ക് CMYK എടുത്ത് തന്നെ ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വർക്ക് സ്പേസിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്, ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യാം. ട്രാൻസ്പെറന്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ബ്ലാക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വർക്ക് സ്പേസ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ പേജ്. ഇപ്പൊ നമുക്ക് ബ്രോഷർ പല രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് സിംഗിൾ സൈഡ് ആയിട്ടുള്ള ബ്രോഷർ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ബൈഫോൾഡ് ഉണ്ടാക്കാം, അതായത് 2 ഫോൾഡ് വരുന്നത്. അത് ഇങ്ങനെ 2 ഫോൾഡ് വരുന്ന ഉണ്ടാക്കാം, ഇങ്ങനെ 2 ഫോൾഡ് വരുന്ന ഉണ്ടാക്കാം. ട്രൈഫോൾഡ് ഉണ്ടാക്കാം. ട്രൈഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്, ഇപ്പോൾ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏകദേശം ഈ ഒരു അളവിൽ ഇങ്ങനെ 3ആയിട്ട് മടക്കി ഇതിന്റെ ബാക്കിലും വരും ഫ്രണ്ടിലും വരും. നമുക്ക് അത്ര കണ്ടന്റ് ഉണ്ടെങ്കിൽ ട്രൈഫോൾഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതല്ല കണ്ടന്റ് കുറവാണെങ്കിൽ ബൈഫോൾഡോ അല്ലെങ്കിൽ സിംഗിളോ ആയിട്ട് ചെയ്യാം. ഈ സംഭവം എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവിനകത്ത് എപ്പോഴും റൂളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, നമ്മുടെ വേർഡിനകത്തൊക്കെ ഉള്ള പോലെ തന്നെ. ഇല്ലെങ്കിൽ Ctrl+R അടിച്ചാൽ മതി. റെഡിന്റെ R ഫോർ റെഡ്, കൺട്രോളും ആറും കൂടെ ഞെക്കിയാൽ നിങ്ങൾക്ക് റൂളർ വരും. റൂളർ വരുമ്പോൾ ഈ ഫസ്റ്റ് ടൂൾ കണ്ടോ, ഈ ടൂൾ, ഇതിന് മൂവ് ടൂൾ എന്ന് പറയും. ഇതിന്റെ ഷോർട്ട് കട്ട് V ആണ്, V ഫോർ വയലറ്റ്. V നിങ്ങളുടെ കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരും, അതായത് ഒരു ആരോയും അതിന്റെ കൂട്ടത്തിൽ ഒരു പ്ലസ് സൈൻ പോലെ അതിന്റെ എല്ലാത്തിന്റെയും തുമ്പത്തൊരു ആരോ ഉള്ള പോലെ. ഈ ടൂളിന്റെ പേരാണ് മൂവ് ടൂൾ. ഇത് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ റെക്ടാങ്കുലർ ഉണ്ട്, എലിപ്റ്റിക്കൽ ഉണ്ട്, സിംഗിൾ റോ മാർക്ക് ടൂൾ ഉണ്ട്, സിംഗിൾ കോളം മാർക്ക് ടൂൾ ഉണ്ട്. ഈ അവസാനത്തെ 2 വലിയ യൂസ് വരാറില്ല. മെയിൻ ആയിട്ട് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ആണ്. റെക്ടാങ്കുലർ മാർക്ക് ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനൊക്കെ. നമ്മളിപ്പോൾ Ctrl+A അടിച്ചാലും ഈ സെയിം സംഭവം തന്നെ വരും. നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ ഒക്കെ സെലക്ട് ചെയ്യാനാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യാനാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് ലാസോ ടൂൾ ആണ്. ലാസോ ടൂൾ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്കൊരു ഏരിയ സെലക്ട് ചെയ്യണമെങ്കിൽ ലാസോ ടൂൾ വെച്ച് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൽ പോളിഗണൽ ലാസോ ടൂൾ ഒക്കെ വരുന്നുണ്ട്. നമുക്കൊരു ലൈൻ ആയിട്ടായിരിക്കും വരിക ഇത് വെച്ച് ചെയ്യുമ്പോൾ. മറ്റേ ഫ്രീ ഹാൻഡ് ആണെങ്കിൽ ഇത് ഒരു പർട്ടിക്കുലർ ലൈൻ ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ ഉള്ളത് മാഗ്നറ്റിക് ലാസോ ടൂൾ ആണ്. മാഗ്നറ്റിക് ലാസോ ടൂളിന്റെ യൂസ് എന്ന് പറയുമ്പോൾ, നമുക്കിവിടെ ഒരു പിക്ചർ ഉണ്ടെന്ന് വെച്ചോ, ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ഇങ്ങനെ ആ ഒരു ഏരിയ അലൈൻ ചെയ്ത് തന്നെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചോ, നമ്മുടെ മൗസ് ചെന്ന് നമ്മൾ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റ് പോലെ ഒരു സെലക്ഷൻ വരും. പിന്നെ അവിടുന്ന് നമുക്ക് ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. ആ നമ്മൾ മൗസ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ മാഗ്നറ്റ് വീണ് വീണ് ആ ഒരു ഏരിയ സെലക്ട് ആവും. അതാണ് മാഗ്നറ്റിക് ലാസോ ടൂൾ. പിന്നുള്ളത് മാജിക് ബാൻഡ് ടൂൾ ആണ്. ഇപ്പൊ പുതിയതായിട്ട് ഏറ്റവും പുതിയ വെർഷനിൽ വന്ന സാധനമാണ് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ. ഇതിന്റെ കാണിക്കണമെങ്കിൽ ഞാനൊരു പിക്ചർ ഓപ്പൺ ചെയ്യാം. നമ്മളിവിടെ മോഹൻലാലിന്റെ ഒരു ഫോട്ടോ കാണാം. ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ എന്താന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ മാത്രം സിസ്റ്റം തന്നെത്താനെ ഡിറ്റക്ട് ചെയ്ത് സെലക്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് കാണാം ഓട്ടോമാറ്റിക് ആയിട്ട് മോഹൻലാലിന്റെ ചുറ്റും, ലാലേട്ടന്റെ ചുറ്റും തന്നെ ആ ഒരു ഔട്ട്ലൈൻ വന്നു. ഇതാണ് ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ ചെയ്യുന്നത്. മറ്റേ മാനുവൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെയായിരുന്നു ഇതിന് മുമ്പത്തെ വെർഷൻ വരെ എഫേർട്ട് വന്നുകൊണ്ടിരുന്നത്. ഏറ്റവും പുതിയ വെർഷനിൽ ഫോട്ടോഷോപ്പിന്റെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കോഡും ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റിന്റെയും കളർ കോഡ് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട്. പിന്നുള്ളത് ക്വിക്ക് സെലക്ഷൻ ടൂൾ ആണ്. ക്വിക്ക് സെലക്ഷൻ ടൂൾ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയിലൂടെ നമ്മൾ ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതേപോലെ തന്നെ സിസ്റ്റം ഡിറ്റക്ട് ചെയ്ത് സെലക്ട് ചെയ്യും. പക്ഷെ ഇതിന് നമുക്ക് വേണ്ട ഏരിയ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ഔട്ട്ലൈൻ പോലെ പോകുമ്പോൾ ഏകദേശം ആ ഒരു ഏരിയ സെലക്ട് ആവും.
പിന്നെ ഉള്ളത് മാജിക് വാൻഡ് ടൂളാണ്. മാജിക് വാൻഡ് ടൂൾ നമ്മൾ ഒരു പർട്ടിക്കുലർ കളറിൽ കൊണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു കളറുമായിട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള സിമിലർ കളേഴ്സ് ഉള്ള ആ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു വൈറ്റിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് എവിടെയൊക്കെ ഉണ്ടോ ആ ഒരു വൈറ്റ് മാത്രം, കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു കളർ മാത്രം. ഇപ്പൊ ഇവിടെ വൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ സെലക്ട് ആവില്ല, ഇതുമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന ആ ഒരു വൈറ്റ് ഏരിയ മാത്രം സെലക്ട് ആവും. വൈറ്റ് മാത്രമല്ല, ബ്ലാക്കിലാണെങ്കിലും ഏത് കളറിലാണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ഏരിയ കിടക്കുന്ന സിമിലർ കളർ ഒറ്റയടിക്ക് സെലക്ട് ആവും. അതാണ് മാജിക് ബാൻഡ്. പിന്നെ ഉള്ളത് ക്രോപ്പ് ടൂളാണ്. ക്രോപ്പ് ടൂൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇടാനാണെങ്കിലും നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് ഇടുമ്പോൾ സെയിം ക്രോപ്പ് ടൂൾ തന്നെ. പിന്നെ ക്രോപ്പ് ടൂളിൽ തന്നെ 3-4 ടൈപ്പ് വരുന്നുണ്ട്. പേഴ്സ്പെക്റ്റീവ് ക്രോപ്പ് ടൂളൊക്കെ വരുന്നുണ്ട്. പേഴ്സ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പേഴ്സ്പെക്റ്റീവ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ആംഗിൾ അറേഞ്ച് ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൂൾസ് പറഞ്ഞു പോകാനാണെങ്കിൽ ഇനിയും ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ള ടൂൾസ് ഞാൻ ഇനി ചെയ്യുമ്പോൾ പറഞ്ഞു പോവാം. ടൂൾസ് എല്ലാം പറഞ്ഞു വരുമ്പോൾ അതിന് തന്നെ ഒരു മണിക്കൂറോളം വേണ്ടി വരും. പിന്നെ ഇതൊക്കെ വരുന്നത് നമുക്ക് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സീനിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൗസ് പോയിന്റർ ഇവിടെ വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ടൂൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കണ്ടന്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. അതാണ് ഈ ടൂള് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബ്രഷ് ടൂളാണ്. ബ്രഷ് ടൂളിൽ തന്നെ 4 ടൈപ്പ് ടൂൾ വരുന്നുണ്ട്. ബ്രഷ് ടൂള്, പെൻസിൽ ടൂള്, കളർ റീപ്ലേസ്മെന്റ് ടൂള്, മിക്സർ ബ്രഷ് ടൂള്. ബ്രഷ് ടൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ പെയിന്റിലുള്ള ബ്രഷ് ടൂൾ പോലെ തന്നെയാണ്. നമ്മളൊരു സംഭവം കളർ ചെയ്യാനോ അതിന് യൂസ് ചെയ്യാം. പിന്നെ പെൻസിൽ ടൂൾ എന്ന് പറയുമ്പോൾ തിന്നായിരിക്കും കുറച്ചുകൂടെ. തിന്നെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടാം. സൈസ് കൂട്ടാൻ 2 വഴിയുണ്ട്. ഒന്ന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലുള്ള ഒരു ബോക്സ് ബ്രാക്കറ്റ് ഇല്ലേ, നോർമൽ ബ്രാക്കറ്റ് അല്ലാതെ ബോക്സ് ആയിട്ടുള്ള ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. പിയുടെ, നിങ്ങളിപ്പോൾ സിസ്റ്റത്തിലാണെങ്കിൽ പിയുടെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണാം. ആ ടൂള് വെച്ചിട്ട് നമുക്ക് അതിന്റെ റൈറ്റിലുള്ളത് വലുതാക്കാനും ലെഫ്റ്റിലുള്ളത് ചെറുതാക്കാനുമാണ്. നമുക്ക് ഇതേപോലെ സൈസ് വലുതാക്കി വരുമ്പോൾ ഏകദേശം ബ്രഷ് ടൂളും പെൻസിൽ ടൂളും ഒക്കെ സെയിം യൂസ് തന്നെയാണ് വരുന്നത്. പിന്നെ കളർ റീപ്ലേസ്മെന്റ് ടൂൾ. ഇപ്പം നമ്മൾ ഇവിടെ ഒരു കളർ ഉണ്ട്, നമുക്കത് മാറ്റി വേറൊരു കളർ വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ കളർ റീപ്ലേസ്മെന്റ് ടൂൾ എടുത്തിട്ട് നമുക്കിങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ കളർ വരുള്ളൂ. ഇപ്പം നമ്മൾ റെഡിലാണ് ഇത് ചെയ്യുന്നതെന്നുള്ളെങ്കിൽ വൈറ്റിൽ ഇത് വരില്ല. റെഡ് ചെയ്തിരിക്കുന്ന അവിടെ മാത്രമേ ബ്ലൂ വരുള്ളൂ. അതാണ് കളർ റീപ്ലേസ്മെന്റ് ടൂൾ ചെയ്യുന്നത്. പിന്നെ ഈ ടൂളിന്റെ പേര് ക്ലോൺ സ്റ്റാമ്പ് എന്നാണ്. അതായത് നമ്മൾ ഇവിടെ ഒരു ക്ലോൺ സെറ്റ് ചെയ്തു, ആൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്ലോൺ വരും. ഈ ക്ലോൺ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് വരയ്ക്കാൻ പറ്റും. ആ സെയിം സാധനം തന്നെ ഇവിടെ കൊണ്ട് നമുക്ക് എക്സാക്ട് സെയിം ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ ആക്ച്വലി നമുക്ക് ഇതിന്റെ ക്ലോൺ ടൂളിന്റെ ആവശ്യമില്ല. മെയിനായിട്ട് നമുക്ക് ക്ലോൺ ടൂൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എന്ന് വല്ല ഒരു പർട്ടിക്കുലർ ആളെ എടുത്ത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നമുക്ക് ക്ലോൺ സ്റ്റാമ്പ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ള ഇറേസർ ടൂളാണ്. നമ്മൾ വരച്ച എന്തെങ്കിലും സാധനം തുടച്ചു കളയുക, അതാണ് ഇറേസർ ടൂൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഗ്രേഡിയന്റ് ടൂളാണ്. നമുക്കിവിടെ ഇപ്പോൾ ഗ്രേഡിയന്റ് ചെയ്യാം. ഗ്രേഡിയന്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുത്തു വെക്കാം, ഒരു ഗ്രേഡിയന്റ് ഷെയ്ഡ് കൊടുത്തു വെക്കാം. ഇവിടെ നമുക്ക് കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ പുതിയ ഫോട്ടോഷോപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നേരത്തെ നമുക്ക് പ്രീഡിഫൈൻഡ് ആയിട്ട് കുറച്ച് കളേഴ്സ് ഉണ്ട്, അത് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ ബ്ലൂസ് എന്ന് പറഞ്ഞിട്ട് ബ്ലൂവിന്റെ തന്നെ പല ഷെയ്ഡ്സ് നമുക്ക് കാണിക്കും. അതുപോലെ പെർപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് പെർപ്പിളിന്റെ പല ഷെയ്ഡ്സ് കാണിക്കും. റെഡ്സ് എന്ന് പറഞ്ഞിട്ട് റെഡിന്റെ പല ഷെയ്ഡ് കാണിക്കും. പിന്നെ ഇത് ബ്ലർ ടൂള്. നമുക്ക്
ഒരു ബാക്ക്ഗ്രൗണ്ട് വല്ലതും ബ്ലർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഒരു പോർട്രേറ്റ് ഫോട്ടോ ആണെങ്കിൽ നമ്മളെ മാത്രം നേരത്തെ കാണിച്ച ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണേൽ ബാക്ക്ഗ്രൗണ്ട് ഈ ടൂൾ വെച്ചിട്ട് ബ്ലർ ചെയ്യാൻ പറ്റും. ഈ ബ്ലർ ടൂൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ഫിൽറ്റേഴ്സിൽ പോയിട്ട് ബ്ലർ ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഇഷ്ടമുള്ള ടൈപ്പ് ബ്ലർ സെലക്ട് ചെയ്യാം. മോഷൻ ബ്ലർ ഉണ്ട്, റേഡിയൽ ബ്ലർ ഉണ്ട്, സ്മാർട്ട് ബ്ലർ ഉണ്ട്, സർഫസ് ബ്ലർ ഉണ്ട്, അങ്ങനെ പല. ഇതെന്ന് വെച്ചാൽ ഡോഡ്ജ് ടൂളാണ്. ഇപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് എക്സ്പോഷർ കൂട്ടണമെങ്കിലോ കോൺട്രാസ്റ്റ് കൂട്ടണമെങ്കിലോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ പോർട്രേറ്റ് ഫോട്ടോസ് വെച്ച് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. പിന്നുള്ളത് പെൻ സെലക്ഷൻ ടൂളാണ്. പെൻ ടൂൾ എന്ന് പറയും. ഇത് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പർട്ടിക്കുലർ സാധനം, ഒരാളുടെ ഫേസ് ഇവിടെ ഉണ്ടെന്ന് വെച്ചോ, അത് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതായത് ഇപ്പൊ തലയുടെ ഭാഗം നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലൈൻ ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് റിലീസ് ചെയ്യാതെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷേപ്പ് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും ഇത് ഏത് ഷേപ്പിലാണ് കർവ് വരേണ്ടതെന്ന്. എന്നിട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അവിടെ സെലക്ട് ആയി. അത്രയും ഭാഗം പെൻ ടൂൾ വന്നു. പിന്നെ ആൾട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് കണക്ഷൻ ബ്രേക്ക് ചെയ്യണം. കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത ക്ലിക്ക് ചെയ്ത് പിന്നെ ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്തു. ആൾട്ട് പ്രസ് ചെയ്തിട്ട് പോയിന്റർ ഇവിടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ലൈൻ ബ്രേക്ക് ആയി. അങ്ങനെ നമുക്ക് ഒരാളുടെ ഫേസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രോൾ എൻ്റർ അടിക്കുമ്പോൾ അതൊരു സെലക്ഷൻ ആയിട്ട് മാറും. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ രണ്ടുപേരുടെ ഫോട്ടോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി, അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ ഒരു ഫോട്ടോ എനിക്ക് ചെയ്യണം. അപ്പൂപ്പൻ്റെ മരിച്ചുപോയ ഒരു പാസ്പോർട്ട് ഫോട്ടോ മാത്രമേ ഉള്ളൂ, അമ്മൂമ്മയുടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും എടുത്തു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് ടൂളാണ്. ഇതാണ് നമുക്ക് ബ്രോഷർ ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു ടൂളാണ്. നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനൊക്കെ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കളർ മാറ്റാം. ഇങ്ങനെ നമുക്ക് കളർ മാറ്റാം. പിന്നെ നമുക്ക് ഫോണ്ട് സ്റ്റൈല് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ നമുക്ക് ഫോണ്ട് സ്റ്റൈല് മാറ്റാം. പിന്നെ ഫോണ്ട് സൈസ്, ഇവിടെ ഫോണ്ട് സൈസ് മാറ്റാം. ഇതെല്ലാം നമ്മൾ വേർഡിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ആ ലെറ്ററിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്മൂത്ത് ആണെങ്കിൽ അങ്ങനെ, കുറച്ച് ക്രിസ്പ് ആണെങ്കിൽ അങ്ങനെ. നമുക്ക് ചെറുതായിട്ട് ഇവിടെ ആ ഒരു മാറ്റം അറിയാൻ പറ്റും. ഇപ്പോൾ ലെറ്റേഴ്സ് ചെറുതായി കിടക്കണോണ്ട് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഷാർപ്പ് ആണെങ്കിൽ ലെറ്റേഴ്സ് കുറച്ചുകൂടെ ഷാർപ്പ് ആവും. സ്ട്രോങ് ആവണമെങ്കിൽ ലെറ്റേഴ്സ് കുറച്ചുകൂടെ ഒരു മസ്കുലർ ലുക്ക് വരും. സ്മൂത്ത് ആണെങ്കിൽ ലെറ്റേഴ്സ് കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ഇത് ഈ ഒരു ഷാർപ്പ് എഡ്ജ് ഉള്ളൊരു ടെക്സ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റാത്തതാണ്. ഇതിന്റെ എഡ്ജിൽ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഷാർപ്പ് എഡ്ജ്, സ്മൂത്ത് എഡ്ജ് ഒക്കെ ആവുന്നുണ്ട്. നമുക്കിപ്പോ ചെറുതായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ കൺട്രോളും പ്ലസും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഇമേജ് ഇതേപോലെ സൂം ആവുന്നത്. കൺട്രോളും മൈനസും കൂടെ പ്രസ് ചെയ്യുമ്പോൾ സൂം ഔട്ട് ആവും, സൂം ഇൻ ആവും. കൺട്രോളും പ്ലസും കൂടെ പ്രസ് ചെയ്യുന്നു. പിന്നെ ഈ ടൂൾ എന്ന് പറയുന്നത് ടെക്സ്റ്റ് റാപ്പ് അല്ലെങ്കിൽ റാപ്പ് ടെക്സ്റ്റ് ടൂൾ എന്ന് പറയും. ഇതിൽ നമുക്ക് പല സൈസ് ഷേപ്പ് കൊടുക്കാം നമ്മുടെ ടെക്സ്റ്റിന്. ഒരു ഫ്ലാഗിന്റെ ഷേപ്പ്, എന്നിട്ട് ഇവിടെ നമുക്ക് അതിന്റെ ബെൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹൊറിസോണ്ടൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ എങ്ങനെയാണ്, അങ്ങനെ.
പിന്നെ എക്സ്ട്രാ ടൂൾസ് വരുന്നത് ഇവിടെ ടൈപ്പിൽ പോകുമ്പോൾ നമുക്ക് പാനൽസ് വരുന്നുണ്ട്. അതിൽ ക്യാരക്ടർ പാനലിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് ടൂൾസ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബോൾഡ് ആണെങ്കിലും വേണമെങ്കിൽ ഇവിടെ ബോൾഡ് ഒന്നുകൂടെ കൊടുത്ത് കുറച്ചുകൂടെ ബോൾഡ് ആക്കാം. പിന്നെ ഇറ്റാലിക്സ് കൊടുക്കാം. ഇത് കൊടുത്താൽ എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ആവും. ഇൻ കേസ് നമ്മൾ സ്മാൾ ആയിരുന്നു ടൈപ്പ് ചെയ്തിരുന്നെങ്കിലും ഇത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ലെറ്റേഴ്സ് ക്യാപിറ്റൽ ആവും. ഓൾ ക്യാപ്സ് എന്നാണ് ഇതിന്റെ പേര്. പിന്നെ സ്മോൾ ക്യാപ്സ്. സ്മോൾ ക്യാപ്സ് ഈ ഒരു ഫോണ്ടിൽ അറിയാൻ പറ്റില്ല. ഇപ്പോ ചില ഫോണ്ടിൽ ഇതൊരു ടെക്സ്റ്റ് ആണ്. മുമ്പ് ഞാനൊരു ടൈറ്റിൽ ചെയ്ത് കൊടുത്തൊരു ഷോർട്ട് ഫിലിമിന്റെ പേരാണ്. ഇത് വെച്ചിട്ട് പിന്നെ വരുന്നത് നമുക്കിപ്പോ 2 ലെയർ ആയിട്ട് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോ SDC മേളിലും ആലപ്പുഴ താഴെയും വരുമ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്, സോറി ടെക്സ്റ്റ് സൈസ് ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്ക് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ വിഡ്ത്ത് കൂട്ടാൻ പറ്റും. ടെക്സ്റ്റ് തമ്മിലുള്ള സ്പേസിങ് ഇങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ലെറ്ററിന്റെ ഹൈറ്റ്, ലെറ്ററിന്റെ വിഡ്ത്ത്, ഇതൊക്കെ നമുക്ക് ക്യാരക്ടർ ടൂളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് വൈറ്റ് ആക്കണമെങ്കിൽ ഷിഫ്റ്റും F5 കൂടെ ഞെക്കിയാൽ ഇങ്ങനെ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. നമുക്ക് അതിലിപ്പോ ഒരു പർട്ടിക്കുലർ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാം. ഇപ്പൊ ഏകദേശം ഇതാണ് നമ്മുടെ വർക്കിംഗ് സ്പേസ്. ഇതിപ്പോ ഒരു ട്രൈഫോൾഡ് ബ്രോഷറിന്റെ രീതിക്കാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ നോർമലായിട്ട് എസ് ഡി കോളേജിന്റെ നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ബ്രോഷർ ചെയ്യുമ്പോൾ കൂടുതലും ബൈഫോൾഡും ട്രൈഫോൾഡും ആണ് ചെയ്യാറ്. ഞാൻ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നോർമലായിട്ടും ഇവിടെ കോളേജിന്റെ പേര്, കോളേജിന്റെ ലോഗോ, ഈ ഒരു ഏരിയയിൽ കോളേജിന്റെ ലോഗോ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ കോളേജിന്റെ ലോഗോ, അല്ലെങ്കിൽ ഇവിടെ കോളേജിന്റെ ഫോട്ടോ, ഇവിടെ കോളേജിന്റെ ഫോട്ടോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആദ്യം നമ്മൾ ഇൻട്രോയിൽ കൊടുക്കുക. എന്താണ് ഈ ഒരു ഏരിയയിൽ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഏരിയ ആണ് ആദ്യം വരിക. അതായത് ഇത് നേരെ തിരിച്ചിട്ടാ വരിക. ഈ സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ബാക്ക് സൈഡിലായിരിക്കും വരിക. അതായത് ബാക്ക് സൈഡ് പ്രിന്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സംഭവം കാണിച്ചു തരാം, ഇല്ലാണ്ട് മനസ്സിലാവില്ല. നമ്മളിവിടെ ഇതാണ് നമ്മുടെ പേജ് 1 എന്നിരിക്കട്ടെ. ഇതാണ് നമ്മുടെ പേജ് 2. പേജ് 3. നമ്മൾ ഡിജിറ്റൽ ബ്രോഷറാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ പ്രിന്റിങ്ങിനാണ് നമ്മൾ ബ്രോഷർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ഈ ഒരു ഏരിയ ചെയ്യുമ്പോഴായിരിക്കും.
അതായത് നമ്മുടെ ബ്രോഷറിന്റെ ഫോൾഡ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന ഏരിയ ആണ് ഈ ഏരിയ. അതായത് ഇത് നമ്മുടെ ബാക്ക് സൈഡ് ആയിട്ടാണ് ശരിക്കും വരിക. നിങ്ങളൊരു പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും, ഈ ഒരു ഏരിയ ആണ് എപ്പോഴും ഫ്രണ്ടിൽ വരിക. ഇവിടെയാണ് നമ്മുടെ കോളേജിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. ഈ ഒരു പേജ് എപ്പോഴും ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ മൂന്നായിട്ട് മടക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താന്ന്. ഇപ്പൊ ഈ ഒരു ഏരിയ ആയിരിക്കും ഏറ്റവും ഫ്രണ്ടിലത്തെ ഏരിയ ആയിട്ട് വരിക. ഈ ഒരു പേജ് ആയിരിക്കും എപ്പോഴും ബാക്കിലത്തെ ഷീറ്റായിട്ടും വരിക. നമ്മൾ മടക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ പേജ് 3 എന്ന് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ആ പേജിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഈ പേജ് 2 എപ്പോഴും നമ്മുടെ രജിസ്ട്രേഷന്റെ ഫീസ് എമൗണ്ട്, ടൈം, ഡേറ്റ് അല്ലെങ്കിൽ ഫംഗ്ഷന്റെ, അതായത് ഇപ്പോൾ ഒരു സെമിനാറിനാണ് നിങ്ങൾ ബ്രോഷർ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. കോളേജിനെ പറ്റിയിട്ട് കോളേജിന്റെ ടൈറ്റിൽ, കോളേജിന്റെ പേര്, പ്രോഗ്രാമിന്റെ ടൈറ്റിൽ, പിന്നെ വെന്യൂ, ഡേറ്റ് ഒക്കെ ഇവിടെ കൊടുക്കുക. പിന്നെ വരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് നമ്മുടെ ട്രൈഫോൾഡ് ബ്രോഷറിന്റെ അകത്തുള്ള ഏരിയ. അകത്തുള്ള ഏരിയ വരുമ്പോൾ ഇത് നേരെ തിരിച്ചാവും. അതായത് പേജ് 1 ഇതാവും, പേജ് 3 ഇതാവും. കാരണം നമ്മൾ തുറന്ന് ഒരു പേപ്പർ പിടിക്കുമ്പോൾ അതിന്റെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത്. പക്ഷെ നമ്മുടെ ശരിക്കും നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ആയിട്ടുള്ള സംഭവം ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങളൊരു പേപ്പർ എടുത്ത് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജിത്തു ആ പറയുമ്പോഴേ ഈ സ്പേസ് എന്ന് പറയുമ്പോൾ അത് ആ പേജ് നമ്പർ ഒന്ന് പറയുകയാണെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം മൗസ് ഇപ്പൊ മൊബൈലിലൊക്കെ ആണെങ്കിൽ മൗസ് എവിടാന്നുള്ളത് ക്ലിയർ ആവാതെ വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ പേജ് 1 എന്നുള്ള ഏരിയ ഇപ്പൊ നമുക്ക് ട്രൈഫോൾഡ്, ഞാൻ ഒരു ട്രൈഫോൾഡ് ബ്രോഷർ എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോ നമ്മള് ട്രൈഫോൾഡ് ബ്രോഷറിന്റെ അകത്തെ ഭാഗമാണ് ചെയ്യുന്നത്. അകത്തെ ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ നോർമൽ നമ്മൾ എങ്ങനെയാണോ ഒരു സാധനം ഡിസൈൻ ചെയ്യുന്നത്, ഈ പേജ് 1 എന്ന് പറയുന്നത് പേജ് 1 തന്നെ ആയിരിക്കും. പേജ് 2 എന്ന് പറയുന്നത് പേജ് 2 തന്നെ ആയിരിക്കും. പേജ് 3 എന്ന് പറയുന്നത് പേജ് 3 തന്നെ ആയിരിക്കും. പക്ഷേ ഇതിന്റെ വെളിയിലെ ഭാഗം, അതായത് നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ബ്രോഷർ നമ്മൾ എടുക്കുമ്പോൾ 3ആയിട്ട് മടക്കി വെച്ചിരിക്കുന്ന ഒരു ബ്രോഷറിന്റെ പേജ് 1 ഇതായിരിക്കും. പേജ് 1 അപ്പോൾ വെളിയിലത്തെ ഭാഗമാകുമ്പോൾ ഇതായിരിക്കും. ഇത് തന്നെ ആയിരിക്കും. ഈ നമ്മുടെ നേരത്തെ പേജ് 3 ആയിരുന്നായിരിക്കും പേജ് 1. പേജ് 2 അപ്പോഴും കോൺസ്റ്റന്റ് തന്നെയാണ്. പേജ് 2 മാറ്റമില്ല. കാരണം നടുക്ക് വരുന്ന പീസ് ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ഏതാണോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. കാരണം അകത്ത് ഇത് നമ്മൾ ആദ്യം എബൌട്ട് കോളേജ്, പിന്നെ എബൌട്ട് ഇപ്പൊ ആരാണോ വരുന്ന ഗസ്റ്റിനെ പറ്റിയിട്ട്, പിന്നെ അല്ലെങ്കിൽ എബൌട്ട് പ്രോഗ്രാം, പിന്നെ മൂന്നാമത്തെ ഷീറ്റിൽ എബൌട്ട് ഗസ്റ്റ് കൊടുക്കും. പക്ഷെ വെളിയിലത്തെ അതായത് നമ്മുടെ ഓപ്പണിംഗ് ഫേസിൽ വരുമ്പോൾ
പേജ് 1 നമ്മൾ കോളേജിന്റെ ഡീറ്റെയിൽസ് കൊടുത്താലേ നമ്മൾ മടക്കുമ്പോൾ ഈ ഒരു ഭാഗം ഫ്രണ്ടിൽ വരണമെങ്കിൽ പേജ് 1 നമ്മൾ ആക്ച്വലി ഇവിടെ കൊടുക്കണം, എന്നാലേ നമ്മൾ മടക്കുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ. ബൈഫോൾഡ് ആണെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ വരത്തില്ല. ഇപ്പൊ 2 സൈഡ് ഉള്ളതുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 1ഉം 2ഉം 1ഉം ആക്കി കൊടുക്കുക, എന്നാലേ പ്രിന്റ് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്കൊരു ബ്രോഷർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോ നമുക്കിവിടെ ഒരു പോളിഗൺ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഇപ്പൊ പോളിഗണിന്റെ സൈഡ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം 6 ആക്കി കൊടുക്കാം. ഇവിടെയാണ് പോളിഗണിന്റെ സൈസ്, നമ്പർ ഓഫ് സൈഡ്സ് മാറ്റുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഒരു പോളിഗൺ വരയ്ക്കുവാണ്. പോളിഗൺ വരച്ചു, നമ്മളതിനെ നമ്മുടെ മൂവ് ടൂൾ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ പിന്നെ ഒരു പോളിഗൺ വരച്ചു, നമ്മുടെ മൂവ് ടൂൾ വെച്ചിട്ട് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഇട്ടിട്ട് അത് ഇവിടെ കൊണ്ടുവന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ സൈസ് ചെറുതാക്കാം. Ctrl+J അടിച്ചാൽ നമ്മുടെ ഉള്ള ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മളൊരു കോപ്പി എടുക്കുന്നതിന് പകരം ഒരു ലെയറിൽ കൊണ്ട് സെലക്ട് ചെയ്തിട്ട് Ctrl+J അടിച്ചാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെക്കാവുന്നതാണ്. ഇതൊരു സപ്പോസ് ഇതൊരു ഡിസൈൻ ആയിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഡിസൈൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പല പല കണ്ടന്റ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇപ്പോ നമ്മളൊരു സിംഗിൾ സൈഡ് ബ്രോഷറാണ് ഉണ്ടാക്കുന്നത് വെക്കുക. നമ്മൾ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും നമുക്കൊരു ഡ്യൂപ്ലിക്കേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇതൊരു ഡിസൈൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇമേജസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു റെക്ടാങ്കുലർ ടൂൾ ഉണ്ട്. ഈ പോളിഗൺ എടുത്ത അവിടെ തന്നെ റെക്ടാങ്കിൾ ടൂൾ ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ഇവിടെ ഇപ്പം നമുക്ക് SDC എന്ന് കൊടുത്തു. നമുക്ക് എന്നിട്ട് ഇവിടെ SD കോളേജിന്റെ ലോഗോ കൊടുക്കാം. SD കോളേജിന്റെ ഫോട്ടോ കൂടെ വെച്ചേക്കാം. ഇപ്പൊ നമ്മൾ SD കോളേജിന്റെ ഒരു ലോഗോ വെച്ചു. നമുക്ക് ആക്ച്വലി ഇത്രയും പോളിഗണിന്റെ ആവശ്യമില്ല ഇവിടെ. ഞാൻ പിന്നെ പോളിഗൺ ഡ്യൂപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോൾ വെച്ചെന്നുള്ളൂ.
നമ്മുടെ കോളേജിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഒരു പോളിഗണിന്റെ മേളിലേക്ക് വെക്കാം. ഈ ഒരു പോളിഗൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പോളിഗൺ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയ കോളേജിന്റെ അതിനകത്ത് കവർ ആവുന്നുള്ളൂ. നമുക്ക് കോളേജിന്റെ ഫോട്ടോ കുറച്ചുകൂടെ ചെറുതാക്കാം. നമ്മൾ ഇവിടുന്ന് മാജിക് ബാൻഡ് ടൂൾ എടുത്തു. നമ്മൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ വൈറ്റ് ആണ് ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത്. കൺട്രോളും ഷിഫ്റ്റും ഐയും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഏരിയ മാത്രം സെലക്ട് ആവും. അപ്പൊ നമ്മൾ കോളേജിന്റെ ഫോട്ടോയിൽ കൊണ്ടുവച്ചിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ കോളേജ് മാത്രം ആ ഒരു പോളിഗണിന്റെ അകത്ത് വന്നു. നമുക്കിനി Ctrl+T അടിക്കുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ടൂളാണ്. നമുക്കിവിടെ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. നമ്മൾ കോളേജിന്റെ ഫോട്ടോ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രോഗ്രാം ഡീറ്റെയിൽസ് പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന്റെ ടൈറ്റില്, ഡീറ്റെയിൽസ് ഇവിടെ അല്ല, പ്രോഗ്രാമിന്റെ ടൈറ്റില് ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ അത്യാവശ്യം ചെറുതാക്കിയിട്ട് ഡേറ്റ്, വെന്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡേറ്റും ടൈമും കൊടുക്കാം. കുറച്ച് ചെറുതാക്കി കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ചെറുതാവും. വലുതാക്കണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വലിച്ച് വലുതാക്കാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നമുക്കിപ്പം ഏതാണോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേര്, ഇപ്പോൾ ഏതാണോ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഇവിടെ കൊടുക്കാം. ലോഗോ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം, അല്ലെങ്കിൽ സെന്ററിൽ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സംഭവം വേണ്ടെങ്കിൽ നമുക്ക് SDC എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ട് ലോഗോ ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ആക്ച്വലി നമ്മുടെ ഡിസൈൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. ഇതിന് ആവശ്യമുള്ള ടൂൾസ് ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി നിങ്ങളുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ബേസിക്കലി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇഷ്യൂ വരുവാണ്, നമ്മുടെ ടെക്സ്റ്റും ഈ ഒരു ഇമേജും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. ടെക്സ്റ്റിന് ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷന് ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ പോയാൽ നമ്മൾ ഈ വിൻഡോയ്ക്ക് ലെയർ വിൻഡോ എന്ന് പറയും. ഇവിടെ നമ്മുടെ ഓരോ ടെക്സ്റ്റും ഓരോ ഇമേജും ഓരോ ഷേപ്പും നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്നിങ്ങനെ ലിസ്റ്റ് ആയിട്ട് കിടക്കും. ഇവിടെ ചെന്നിട്ട് ഇപ്പൊ നമുക്ക് പ്രോഗ്രാം ടൈറ്റിൽ എന്നുള്ളതിന്റെ കളർ മാറ്റണമെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ കളർ മാറ്റി കൊടുക്കാം.
പക്ഷെ എപ്പോഴും നമുക്ക് ആ കളർ മാറ്റിയാൽ നമുക്ക് എക്സാക്ട്ലി വേണ്ട കളർ നമുക്ക് ഇത് എടുത്തറിയുന്ന പോലെ ഒരു കളർ കിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ പോയിട്ട് അവിടെ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ഔട്ട്ലൈൻ വരും. ഇത് കുറച്ചുകൂടെ ഒരു ഔട്ട്ലൈൻ വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എടുത്തു നിൽക്കും നമ്മുടെ ടൈറ്റിൽ എന്താണെന്നുള്ളത്. ഇപ്പൊ സ്ട്രോക്ക് ഒന്നും ഇത്രയും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ കുറച്ചുപേര് മൊബൈലിൽ കാണുന്നതുകൊണ്ട് അവർക്ക് കാണാനുള്ള ഒരു സൗകര്യത്തിന് ഇത്രയും കട്ടിക്ക് കൊടുത്തതാണ്. സ്ട്രോക്ക് ഇപ്പോൾ 21 കിടക്കുന്നത്. നമുക്ക് ആക്ച്വലി ഒരു പ്രിന്റിങ്ങിനാണെങ്കിൽ 5 കൊടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം എടുത്ത് കാണാൻ പറ്റും. അതേപോലെ ഡേറ്റിനും ടൈമിനും നമുക്ക് അതേപോലെ സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഏകദേശം ഫ്രണ്ട് സൈഡ്. നമുക്ക് ബാക്ക് സൈഡ് ആണെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നുമില്ല അതിനകത്ത് ചെയ്യാൻ. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പൊ ടെക്സ്റ്റ് ടൂൾ നമുക്ക് ഇത്ര ഒരു ഏരിയയിലാണ് നമുക്ക് ടെക്സ്റ്റ് വേണ്ടതെങ്കിൽ ആ ഒരു ഏരിയ ഇത്രയും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ ക്യാരക്ടർ ടൂളിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് അതെടുത്തിട്ട് നോർമൽ ആക്കിയിട്ട് ബാക്കി ചെയ്യും. ഇതിൽ നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെ അടുത്ത തവണ അത് എടുത്ത് ചെയ്യുമ്പോൾ അത് മാറ്റിയില്ലെങ്കിൽ അത് അതേപോലെ തന്നെ നടക്കും. ഇപ്പൊ നോർമൽ ടെക്സ്റ്റ് ടൂളായി. ഇവിടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോ എസ് ടി കോളേജിനെ പറ്റിയിട്ടൊരു ഇൻട്രോ നമുക്ക് എസ് ടി കോളേജിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് അവിടെ കൊടുക്കാം. കോളേജിന്റെ എബൌട്ട് അസ് എന്ന് പറയുന്നൊരു പേജിൽ കണ്ടന്റ് ഉണ്ട്. അതെടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് ബോൾഡൊക്കെ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. സൈസ് ആക്ച്വലി ഇത് ടൈറ്റിൽ കൊടുക്കേണ്ട. ടൈറ്റിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ടാണ് ഇമ്പാക്ട്. അപ്പൊ ഇമ്പാക്ട് കൊടുത്താൽ എപ്പോഴും ടെക്സ്റ്റ് കുറച്ച് വലുതായിട്ടൊക്കെ നിൽക്കുള്ളൂ. ഇത് ഏകദേശം നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് പോലെ നമുക്ക് കൊടുക്കാം. എബൌട്ട് കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ഹെഡിങ് ആയിട്ട് എബൌട്ട് കോളേജ്. നമ്മൾ നമ്മുടെ വേർഡിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അണ്ടർലൈൻ ഓപ്ഷൻ ഉണ്ട്. ബോൾഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുൾ ടെക്സ്റ്റിന്റെ കളർ മാറ്റാം. കളർ ഇവിടെ മാറ്റി വേറെ കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഫുൾ ടെക്സ്റ്റും ബോൾഡ് ആക്കണമെങ്കിൽ ഫുൾ ടെക്സ്റ്റ് ബോൾഡ് ആക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രോഷർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് അലൈൻഡും റൈറ്റ് അലൈൻഡും സെൻട്രൽ അലൈൻഡും ആയിട്ടൊന്നും കൊടുക്കരുത്. കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. എപ്പോഴും ടെക്സ്റ്റ് മാക്സിമം ജസ്റ്റിഫൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ലെഫ്റ്റ് ജസ്റ്റിഫൈ, സെന്റർ ജസ്റ്റിഫൈ, റൈറ്റ് ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ എപ്പോഴും ഫില്ലായിട്ടേ അടുത്ത ലൈനിലേക്ക് പോവുള്ളൂ. അതാണ് ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണം. ഏകദേശം ടെക്സ്റ്റ് എല്ലാം ഒരു വൃത്തിക്ക് അലൈൻ ചെയ്ത് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ടൈംസ് ന്യൂ റോമനിൽ നമ്മളൊരു 16 സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ എബൌട്ട് കോളേജ് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ താഴെ എബൌട്ട് സെമിനാർ എന്നോ അല്ലെങ്കിൽ എബൌട്ട് എന്താണോ ആ ഇവന്റ് അതിനെ പറ്റി കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഗസ്റ്റിന്റെ പേരാണെങ്കിൽ ഗസ്റ്റിന്റെ എബൌട്ട്
എബൌട്ട് ഗസ്റ്റ് കൊടുത്തിട്ട് നമുക്കിപ്പോ ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ ചെന്നിട്ട് നമുക്ക് ഒരു ഇമേജ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പേസ്റ്റ് ഓപ്ഷൻ കാണിച്ചില്ലെങ്കിൽ Ctrl+V ഡയറക്റ്റ് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സെലക്ട് ചെയ്ത ഇമേജ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് സെലക്ട് ആവും. ഗസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ മാനേജർ ശ്രീ പി കൃഷ്ണകുമാർ, ഇപ്പോൾ സാറിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. സാറിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് അത് ഇവിടെ ഇങ്ങനെ കൊടുക്കും. ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് സാറിനെ പറ്റിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഏകദേശം ഒരു സിംഗിൾ സൈഡ് ബ്രോഷറൊക്കെ ഉണ്ടാക്കുന്നത്. ഫ്രണ്ട് പേജ് അത്യാവശ്യം നിങ്ങൾക്ക് എന്താണോ ഭംഗിയാക്കാൻ നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് എന്ത് കൊടുക്കാൻ പറ്റുമോ അതനുസരിച്ച് ചെയ്യുക. ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഇമേജോ അല്ലെങ്കിൽ ഷെയ്ഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ റാൻഡം ആയിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് കിട്ടും. ജിത്തു, അവിടെ ഈ വാട്ടർമാർക്ക് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ? ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കോളേജിന്റെ ഫോട്ടോയോ അങ്ങനെ അതിപ്പോ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു ഒരു ഡിസൈൻ ഒരു കളേഴ്സ് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടിയ ഇമേജ് PNG ഫയൽ അല്ല, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നിരിക്കട്ടെ. PNG ഫയൽ എന്ന് പറയുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല, നമുക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള PNG ഫയൽ കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം സിംഗിൾ കളർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ വാട്ടർമാർക്ക് പോലെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നതെന്ന് വെക്കുക. ഇവിടെ ബ്ലെൻഡ് ഓപ്ഷൻസിൽ ലെയറിൽ പോകുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡിസോൾവ്, ഡാർക്കൻ, മൾട്ടിപ്ലൈ, കളർ ബേൺ, ലീനിയർ. ഇതിൽ നമ്മൾ വരുമ്പോൾ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ലെയർ ഇവിടെ കിടക്കുന്നുണ്ടുള്ള പ്രശ്നമാണ്. ഇമേജ് എടുത്തിട്ട് താഴെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ തൊട്ട് മേളിൽ കൊണ്ടിടുക. മേളിൽ കൊണ്ടിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ ഹാർഡ് ലൈറ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് നമുക്ക് വരുന്നത്. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സെലക്റ്റിൽ പോയാൽ കളർ റേഞ്ച് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കളർ, ബ്ലാക്ക് കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഫസിനെസ് എന്ന് പറയും. അത് എത്രത്തോളം നമ്മൾ ആ കളറിനെ ഡിറ്റക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഫുള്ള് വൈറ്റ് വന്നാൽ ഏകദേശം ഫുൾ ആ കളർ ഡിറ്റക്റ്റ് ആയി എന്നാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ കുറെ ലെയർ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. മേളത്തെ ലെയർ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിടാം തൽക്കാലത്തേക്ക്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്നെങ്കിൽ നമുക്ക് മാജിക് ബാൻഡ് ടൂൾ വെച്ച് ഇത് ചെയ്യാൻ പറ്റും. മാജിക് ബാൻഡ് ടൂൾ വെച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും നമ്മുടെ ബ്ലാക്ക്. പിന്നെ ഇത് നമ്മൾ നോർമൽ ആക്കിയിട്ട്
നമുക്കിവിടെ ഈ ഒപ്പസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ നമ്മളിങ്ങനെ കുറയ്ക്കുമ്പോൾ ഇതൊരു വാട്ടർമാർക്ക് പോലെ ഇങ്ങനെ ആവും. ഈ ഒപ്പസിറ്റ് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കുമ്പോൾ വാട്ടർമാർക്ക് പോലെയാവും. ഇപ്പൊ ഇമേജിന് ക്വാളിറ്റി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമുക്ക് കോളേജിന്റെ ഫോട്ടോ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നമ്മുടെ കോളേജിന്റെ ഫോട്ടോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആക്കും. ഈ ഫോട്ടോ ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കോളേജിന്റെ ഫോട്ടോ സെറ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒപ്പസിറ്റി കുറച്ച് കൊടുത്താൽ മതി. ഒപ്പസിറ്റി കുറയ്ക്കുമ്പോൾ നമ്മുടെ കോളേജിന്റെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് പോലെ ഇങ്ങനെ വന്ന് കിടക്കും. അതിന്റെ പുറത്ത് നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ. ഓക്കെ ഓക്കെ. പോട്ട് കോളേജ് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് കുറച്ചുകൂടെ ഒന്ന് എടുത്തറിയണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് റെക്ടാംഗിൾ, റൗണ്ടർ റെക്ടാംഗിൾ ടൂൾ ഉണ്ട്. ഈ ടൂൾ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഏതെങ്കിലും ഒരു കളർ, ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് കിടക്കുന്ന ഗ്രീൻ കളറിലാണ്, നമുക്ക് ഏതെങ്കിലും ഒരു യെല്ലോ കളറോ അല്ലെങ്കിൽ ഈ ഒരു കളർ, ഈ ഒരു ക്രീം കളർ എല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒന്ന് ഒപ്പസിറ്റി കുറച്ച് കൊടുത്താൽ നമ്മുടെ ടെക്സ്റ്റ് കുറച്ചുകൂടെ ഒന്ന് എടുത്തറിയുന്ന പോലെ കിട്ടും. എപ്പോഴും ഒരു പുതിയ ലെയർ എടുത്ത് വെക്കുമ്പോൾ ലെയർ ഇങ്ങനെ എടുത്തിട്ട് റെസ്റ്ററൈസ് ചെയ്ത് വെക്കുക. റെസ്റ്ററൈസ് ചെയ്താലേ നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ലെയറിൽ. നമുക്ക് ഇവിടെ കളർ വേണമെങ്കിൽ മഞ്ഞ കളറോ അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ലെയർ മാത്രം ഒന്ന് എടുത്ത് നിൽക്കും. അതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ഇമേജ് ആണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് കുറച്ചുകൂടെ ഒന്ന് എടുത്തറിയാൻ പറ്റും. ഇവിടെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് വെക്കുമ്പം വലിയൊരു വ്യത്യാസം അറിയത്തില്ല. സർ, ഹലോ. സാർ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മള് ബേസിക് ലെവലല്ലേ ഇപ്പം ഈ ഓൺലൈനിൽ ചെയ്തിട്ട് കാര്യമുള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത് കൂടുതൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നു. ബേസിക് ആദ്യമേ ഫുള്ള് ബേസിക്സ് കവർ ചെയ്യാതെ ബ്രോഷറിലോട്ട് പോയിട്ടും ഒരു മീൻസ് ടൂൾസ് എല്ലാം മനസ്സിലാവാണ്ട് നമുക്ക് ഇതിനേക്ക് പോയിട്ട് കേട്ടിരിക്കാന്നല്ലാണ്ട് ഒരു ചെയ്തു നോക്കാനുള്ളൊരു നമ്മൾ തന്നെ ചെയ്തു നോക്കണം ഓരോ ടൂൾസ് എടുത്ത് വെച്ച്. ഇല്ലെങ്കിൽ നമുക്കൊരു എന്താ സംഭവം പ്രാക്ടീസ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് പ്രൊഫഷണലി എവിടെയും പോയി പഠിച്ചാലേ, എനിക്ക് ഇതിനോടൊരു പാഷൻ ഉണ്ടായിരുന്നോണ്ട് ഞാൻ യൂട്യൂബ് ചാനലും അതേപോലെ ഓരോരുത്തരോട് ചോദിച്ചും ഒക്കെ പഠിച്ചതാണ്. ഞാൻ എവിടെയും കോഴ്സ് ഫോട്ടോഷോപ്പിന് ചെയ്തിട്ടില്ല. ചെയ്യാതെയാണ് ഞാൻ കോളേജിന്റെ പ്രൊഫഷറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നുള്ളൂ. കാരണം സാറിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഞാനൊരു ആവറേജ് ലെവൽ സ്റ്റുഡൻ്റ് ആണ്. ഭയങ്കര സ്റ്റഡീസിലൊന്നും ഭയങ്കര എക്സൽ ചെയ്ത ആളൊന്നും അല്ല. നമുക്ക് പഠിച്ചെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള സ്കിൽസ് ഓൾമോസ്റ്റ് ഇത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പല സ്കിൽസും എക്സൽ ചെയ്തവര് പലരും സെൽഫ് ലേണിംഗിലൂടെ നേടിയെടുത്ത കഴിവുകളാണ്. ഇതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ, എന്റെ ഒരു സുഹൃത്ത് ഇതുപോലെ മൈക്രോസോഫ്റ്റ് എക്സൽ ഒരിടത്ത് ഒരു ട്രെയിനിങ്ങും കിട്ടാത്തതാണ്. പക്ഷെ ഇന്നും ഞാൻ എന്ത് എക്സലിൽ ഡൗട്ട് ഉണ്ടെങ്കിലും അദ്ദേഹത്തിനാണ് അയച്ചു കൊടുക്കുന്നത്. അതായത് അദ്ദേഹം പ്രൊഫഷണലി ഒരിടത്തും പഠിച്ചതൊന്നുമല്ല, ഒരു ഇൻട്രസ്റ്റില് എക്സ്പ്ലോർ ചെയ്ത് പഠിച്ചു വന്നതാണ്. നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൂടെ ഒന്ന് നോക്കിയാലോ. സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു പയ്യൻ, സിൻസ് യു ആർ എ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ്, ക്യാൻ ഐ ആസ്ക് എ ഡൗട്ട് അബൌട്ട് ദാറ്റ്? സിദ്ധാർത്ഥ് ചോദിക്കൂ, ക്വസ്റ്റ്യൻ ചോദിക്കൂ. അറിയാവുന്നതാണ്. ഹലോ,
ഹലോ, പറഞ്ഞു. ആ ചേട്ടാ, ഞാനുണ്ടല്ലോ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ്. ആ അപ്പം എനിക്ക് കണ്ടന്റ് മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ ചെറിയ രീതിയിൽ ഇപ്പം എൻ്റെ ഒരു ചേട്ടന്റെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയൊക്കെ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അപ്പം അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? കണ്ടന്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഓൾ. പിന്നെ അതിനകത്ത് ഈ എഡിറ്റിങ്ങിന്റെ, ഈ ഫോട്ടോഷോപ്പിന്റെ ഒക്കെ എന്തെങ്കിലും റോൾ ഉണ്ടോ? ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാം. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ റോള് വരുന്നത് ഗ്രാഫിക്സിനും വീഡിയോസിനും ഒക്കെയാണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പ്രൊമോഷൻസ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പോൾ SEO ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിലും, അതായത് ഗൂഗിൾ വെച്ചിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിലും, നമുക്ക് ബേസിക്കലി ഒരു ബാനറോ അല്ലെങ്കിൽ ഒരു ഇമേജോ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എംബഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. എപ്പോഴും നമ്മുടെ കണ്ടന്റ് എത്രത്തോളം അട്രാക്റ്റീവ് ആണോ അതനുസരിച്ച് നമുക്ക് CP ഇല്ലേ, ഇംപ്രഷൻ ക്ലിക്ക് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. അങ്ങനെ ഒരു സാധനം നമ്മൾ നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ബ്രോഷർ അത് വെച്ചിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടന്റിന് ഒരു ഇപ്പൊ യൂട്യൂബ് വീഡിയോയുടെ കാര്യം എടുത്താൽ നമ്മുടെ തംബ്നെയിലാണ് ആൾക്കാർ ആദ്യം കാണുക. ആ തംബ്നെയിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ ആൾക്കാർ ആ വീഡിയോ പോയി ക്ലിക്ക് ചെയ്യുള്ളൂ. തംബ്നെയിലും ടൈറ്റിലും ഒക്കെയാണ് മെയിൻ ആയിട്ട് കാര്യം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഒരു ടൈറ്റിൽ, പിന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഇമേജ്, ഇത് കണ്ടിട്ടായിരിക്കും ഒരാൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ആൻസർ ആയോ? ഓക്കെ. അപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതിന്റെ കൂടെ ഈ ഡിസൈനിങ് കൂടെ പഠിച്ചു വെച്ചാൽ നമ്മളുടെ ഈ കണ്ടന്റിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കാനും അതുവഴി കൂടുതൽ ബിസിനസ് കിട്ടാനും പറ്റും. അപ്പം ഒരു കണ്ടന്റ് മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് ഡിസൈനിങ്ങും കൂടെ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്, അല്ലേ? അതെ അതെ. സിദ്ധാർത്ഥ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണെന്നല്ലേ പറഞ്ഞേ? അപ്പോ കണ്ടന്റ് ഡെവലപ്മെന്റ് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഏരിയയാണ്. ലിറ്ററേച്ചറുകാർക്ക് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിന് ഈ പറയുന്ന സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ഈ എന്താ പറയാ, ഡിജിറ്റൽ സ്കിൽസ്, ഫോട്ടോഷോപ്പ്, ഇങ്ങനെയുള്ള സ്കിൽസും കൂടെ ഉണ്ടെങ്കിൽ ടു മേക്ക് ഇറ്റ് മച്ച് മോർ അട്രാക്റ്റീവ്. നമ്മൾ ആദ്യം മുഴുവൻ വായിച്ചിട്ടല്ലോ നമ്മളൊരു സൈറ്റിലേക്ക് പോവുക. അപ്പം അതിന്റെ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഡിസൈനിങ് വർക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് ചെയ്യുകയും അതിലൂടെ കസ്റ്റമേഴ്സിനെ എത്തിക്കുകയും കണ്ടന്റിലേക്ക് ആകർഷിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിക്സ് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനിഷ്യൽ ആ ഒരു പുള്ള് വരും. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആലപ്പുഴക്കാർക്കൊക്കെ സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബറെ അറിയായിരിക്കും. പുള്ളിയുടെ വീഡിയോയുടെ ഒക്കെ ടൈറ്റിൽ അല്ലെങ്കിൽ തംബ്നെയിൽ നോക്കിയാൽ എപ്പോഴും ക്ലിക്ക് ബൈറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഷീ ക്രൈഡ്, ഷീ സ്ലാപ്ഡ് മീ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പുള്ളി ടൈറ്റിൽ കൊടുക്കുക. അപ്പൊ ആ ടൈറ്റിൽ കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും. ആ ആകാംക്ഷയുടെ പുറത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. ആക്ച്വലി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വലിയ കണ്ടന്റ് അതിനകത്ത് ഉണ്ടായിരിക്കില്ലെങ്കിലും ആ ഒരു ക്ലിക്ക് വീഴുന്നതാണ് പുള്ളിയുടെ പ്ലസ് പോയിന്റ്. അതിൽ നിന്നാണ് പുള്ളിക്ക് ആഡ് റവന്യൂ കിട്ടുക. നമ്മൾ അറിയാണ്ട് ആ വീഡിയോ കാണും, ആ ആഡും കാണും, പക്ഷെ അതിന്റെ അവസാനം പോലും അങ്ങനെ ചിലപ്പോൾ ഒരു സാധനം ഉണ്ടായിന്ന് വരില്ല. അപ്പം ഇൻട്രസ്റ്റിംഗ് ക്യാപ്ഷന്റെയും പിന്നെ ക്വാളിറ്റി കണ്ടന്റ്, ഇൻട്രസ്റ്റിംഗ് ക്യാപ്ഷൻ ആൻഡ് നല്ല ക്വാളിറ്റി ഡിസൈൻ, ഇത് മൂന്നും കൂടെ ഒരേ ലെവലില് എക്സലന്റ് ആവുമ്പോഴാണ് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുക, അല്ലേ? അതെ അതെ. ക്വാളിറ്റി കണ്ടന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ക്ലിക്ക് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അത് ഫുൾ ഇരുന്ന ആള് കാണണമെങ്കിൽ കണ്ടന്റ് അത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ. ജിത്തുവിന്റെ ആ വ്ളോഗിന്റെ ഒരു ലിങ്ക് വല്ല ഒന്ന് ഈ ഇതിലൊന്ന് ഷെയർ ചെയ്യുമോ ചാറ്റ് ബോക്സിൽ? കുട്ടികൾക്ക് നേരിട്ടങ്ങ് അതാകുമ്പോ ഇപ്പൊ തന്നെ നിങ്ങക്ക് കുറെ വീഡിയോസ് കിട്ടും കേട്ടോ. ഞാൻ ഈ ഫോട്ടോഷോപ്പ് എനിക്കൊരു ഒന്നും അറിയാത്ത ഒരാളാണ്, പക്ഷെ ആദ്യ പടികൾ എന്നെ പിടിച്ച് നടത്തിച്ച ജിത്തുവിന്റെ വ്ളോഗാണ്. അപ്പം ആ ഒരു ആംഗിളിൽ നിങ്ങൾക്കൊക്കെ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രമിച്ചത്. ജിത്തു തന്നെ അതിന്റെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജിത്തുവിനോട്
വെറുതെ ജിത്തുവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. ജിത്തു ഭയങ്കര തിരക്കല്ലേ ഈ സമയത്ത്? ഓഫ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓ ശരി ശരി ശരി. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ എനിക്ക് തോന്നുന്നു ജിത്തു ഈ ചാനലിന്റെ അവിടെ ചാറ്റ് ബോക്സിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇടാവല്ലോ കുട്ടികൾക്ക്. ചാനലിലോ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലോ എവിടെ വേണേ മെസ്സേജ് ചെയ്യാം, കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് എവിടെ വേണേ അയച്ചു. കുറച്ചുകൂടെയൊക്കെ ഹലോ ചോദിച്ചോളൂ. ഞാൻ സിദ്ധാർത്ഥ തന്നെയാണ് നേരത്തെ ചോദിച്ചത്. അപ്പം ചേട്ടന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഷെയർ ചെയ്യാം. ലിങ്ക്ഡിൻ പ്രൊഫൈല് ബ്രോ ഞാൻ അത്ര ആക്റ്റീവ് അല്ല ലിങ്ക്ഡിനില്. ഞാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, യൂസ് ചെയ്യാറില്ല. ശരി, അപ്പൊ ജിത്തു വളരെ സന്തോഷം. ഇത്രയും നേരം എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം നമുക്ക് വേണ്ടി എല്ലാരും ചെയ്തു നോക്കട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്തു നോക്കിയാലേ നമുക്ക് കൂടുതൽ സംശയം വരുള്ളൂ. ജിത്തുവിന് കുറെ കൂടെയൊക്കെ ഡൗട്ട്സ് യൂട്യൂബ് ചാനലിൽ വരട്ടെ, അത് അതിനനുസരിച്ച് ജിത്തു പുതിയ വീഡിയോസും ചെയ്യട്ടെ. താങ്ക് യു വെരി മച്ച്. പറഞ്ഞു. ആർക്കെങ്കിലും ചെയ്ത് നോക്കുന്ന വഴിക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വാട്സാപ്പിലോ ഫേസ്ബുക്ക് എല്ലാം യൂട്യൂബ് ചാനലിൽ ലിങ്ക്ഡ് ആണ്. ഞാൻ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഞാൻ ചാറ്റ് ബോക്സിൽ എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, കുഴപ്പമില്ല. ഞാൻ ഫ്രീ ആവുന്ന പോലെ ഞാൻ റിപ്ലൈ തരാം. താങ്ക് യു വെരി മച്ച് ജിത്തു. ഇനിയിപ്പം കോളേജൊക്കെ നോർമലായിട്ട് തുറന്നതിന് ശേഷം ഒരു ഫിസിക്കലായിട്ട് ഇതിന്റെ ഒരു സെഷൻ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്തു തരണം. നമ്മുടെ കുട്ടികൾക്ക് പ്രാക്ടിക്കലി ഓൺലൈൻ എത്ര എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം നമ്മൾ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ പേപ്പറിന്റെ കാര്യം പറഞ്ഞു തന്നെ അത് തന്നെ കുറച്ച് ടൈം എടുത്തു. കാരണം ഓൺലൈനിൽ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു പേപ്പർ എടുത്തു വെച്ച് കാണിച്ചു കൊടുത്താൽ ആ പ്രിന്റ് വരുമ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ടായിട്ട് വരിക. നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം മനസ്സിലാവും അറിയില്ല. ഈ ഫോണിലൊക്കെ വെച്ച് ഫോട്ടോഷോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഫോണിൽ പാടല്ലേ? ഫോണില് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്കതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒന്ന്, നമ്മൾ മൗസിൽ കിട്ടുന്ന ആ ഒരു പ്രിസിഷൻ നമുക്ക് പല കാര്യങ്ങളിലും ഫോണിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. OTG വെച്ചിട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു വലിയ സ്ക്രീനിൽ കണ്ട് എഡിറ്റ് ചെയ്യുന്ന അത്ര ഒരു പെർഫെക്ഷനിൽ നമുക്ക് ഫോണിൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യുന്നവരുണ്ട്, സിസ്റ്റത്തിൽ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഫോണിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ബിഗിനിങ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഫോൺ ബുദ്ധിമുട്ടായിരിക്കും ചെയ്ത് പഠിക്കാൻ. കാരണം ടൂൾസ് കുറവാണ്. ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിലുള്ള അത്ര ടൂൾസ് എക്സ്പ്രസിലില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനാണ്. അധികം ചോദ്യങ്ങളൊന്നും വന്നില്ല. ഉള്ളതിനൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എനിവേ ജിത്തു, താങ്ക് യു വെരി മച്ച്. ഇനിയും ഞങ്ങൾ ശല്യപ്പെടുത്തും വരും വർഷങ്ങളിലും. കുഴപ്പമില്ല സാർ, സന്തോഷമുള്ളൂ. ശരി. അപ്പൊ